പക്ഷേ മീരയുടെ ഒരു കരിയർ ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു നടിയാണ് മീര. എന്ന കാരണത്തിൽ ക്വിക്കായിട്ട് വളരെ ഹ്രസ്വ സമയം കൊണ്ട് എണ്ണപ്പെട്ട സിനിമകൾ, ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ ആദ്യത്തെ സിനിമയിലേക്കുള്ള ഒരു വരവ് തന്നെ അതൊക്കെ വളരെ ആകസ്മികമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിനിമാറ്റിക് പാരമ്പര്യമുള്ളൊരു കുടുംബമല്ല, അങ്ങനത്തെ ഒരു പശ്ചാത്തലമില്ല. സാധാരണ ഈ ഞാനൊക്കെ വരുന്ന ഒരു, അല്ലെങ്കിൽ എൻ്റെ കുടുംബമൊക്കെ വരുന്ന ഒരു ആംബിയൻസ് തന്നെയാണ് മീരയുടെയും. ഒരു സുറിയാനി ക്രിസ്ത്യാനികൾക്കൊന്നും അങ്ങനെ കലയെക്കുറിച്ചൊന്നും വലിയൊരു ധാരണ ഇല്ല. അവർ കുറച്ചും കൂടി അവരിൽ ജീവിതത്തിൽ വേറെ തരത്തിൽ പ്രാക്ടിക്കലാണ്. അവരുടെ പ്രാക്ടിക്കൽ സെൻസിൽ ഇതൊന്നും ചിലപ്പോൾ ഫിറ്റും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു കുട്ടി പെട്ടെന്ന് സിനിമയിലേക്ക് വരും. വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും എവിടുന്നും ഒരു ഫോഴ്സ് പുഷ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത്. എനിക്കൊന്ന് സ്ട്രോങ് ഡെസ്റ്റിനി ആയിരിക്കണം, എനിക്കറിയത്തില്ല. ആൻഡ് ഐ താങ്ക് മൈ ഡെസ്റ്റിനി അഗൈൻ. ഇത് കംപ്ലീറ്റ് ഐ ആം എ ഡെസ്റ്റിനീസ് ചൈൽഡ്. ഒരിക്കലും ഇപ്പം തന്നെയാണ് ഞാൻ കുറച്ച് മാറി നിൽക്കാൻ ശ്രമിച്ചാലും എന്തോ ഇങ്ങനെ പുഷ് ചെയ്ത ട്രാക്കിലോട്ട് ഇങ്ങനെ കൊണ്ടുവരുവായി. ലൈക്ക് സോ ഐ ആം താങ്ക്ഫുൾ.